ഈശോയിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ, മത്തായിയുടെ സുവിശേഷ ഭാഗത്തിലെ തിരുവചനങ്ങളാണ് നമ്മൾ ഇന്ന് ശ്രവിച്ചത്. ഈ സുവിശേഷ ഭാഗത്തിലൂടെ ഈശോ ഫരിസേയരെയും നിയമജ്ഞരെയും ഒക്കെ അഭിസംബോധന ചെയ്ത് അവർക്കൊരു താക്കീത് നൽകുകയാണ്. നിങ്ങളുടെ പ്രവൃത്തി മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി ആകരുത്. നിങ്ങളുടെ പ്രവൃത്തി പലപ്പോഴും ആ രീതിയിലാകുന്നത് കൊണ്ട് നല്ല കാര്യങ്ങളെ അവഗണിക്കുകയും തിന്മയെ അധികമായി പോറ്റുകയും ചെയ്യുന്നു. നന്മ കാര്യങ്ങളും വേണ്ട കാര്യങ്ങളും നിങ്ങൾ മാറ്റി നിർത്തുകയും വേണ്ടാത്ത കാര്യങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധ അധികമായി ചെല്ലുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഈശോ അവരെ ബോധ്യപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ്. ഈശോ അവരോട് പറയുകയാണ്, ഇതിൽ നിന്നാണ് ഒരു ചെറിയ മാറ്റം നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾക്ക് നീതി ന്യായവും ഒക്കെ സത്യവുമൊക്കെ അധികമായി പ്രാധാന്യം കൊടുക്കണം. അതിനല്ലാതെ മറ്റൊന്നിനും പ്രാധാന്യം കൊടുക്കാൻ പാടില്ല. ഗൗരവമേറിയ കാര്യങ്ങൾ അധികമുണ്ട്, അതിൻ്റെ പ്രാധാന്യം അതിന് തന്നെ കൊടുക്കുക. അതിനല്ലാതെ മറ്റ് ലളിതമായ കാര്യങ്ങളെ മേന്മയാക്കി നമ്മുടെ കൂടെ കൊണ്ടുപോകരുത് എന്നുള്ളൊരു സുവിശേഷ ഭാഗമാണ് ഇന്ന് ഈശോനാഥൻ നമുക്ക് നൽകുക. ഈ സുവിശേഷ ഭാഗം നൽകുമ്പോൾ ഈശോ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. നന്മ നമ്മുടെ ജീവിതത്തിലൂടെ പ്രവർത്തിക്കുവാനും നന്മ നമ്മുടെ ജീവിതത്തിലൂടെ ചെയ്യുവാനും നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥനാണ്. കാണിക്കുവാൻ വേണ്ടിയുള്ള നന്മയല്ല. പലപ്പോഴും നമ്മുടെ നന്മകളെല്ലാം കാണിക്കുവാൻ വേണ്ടിയുള്ള നന്മകളായി മാറുന്നുണ്ട്. ഒരു ചെറിയ കാര്യമായിക്കൊള്ളട്ടെ, ആ ചെറിയ കാര്യം പോലും ഒരു 2 പേരെയും അറിഞ്ഞില്ലെങ്കിൽ നമുക്കൊരു ദുഃഖമാണ്. ഒരു ചെറിയ കാര്യം നമ്മൾ ചെയ്താൽ പോലും അത് ആരുടെയെങ്കിലും കാതുകളിലേക്ക് നമ്മൾ എത്തിക്കാതെ നമുക്ക് സമാധാനമില്ല. കാരണം എന്നാ? അതിന്റെ കാര്യം, ചെറിയ കാര്യം പോലും നമ്മൾ ചെയ്യുന്നത് പൂർണ്ണതയിലല്ല. സത്യം പറഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ടല്ല ചെയ്യുന്നത്. മറ്റുള്ളവര് കാണത്തക്ക രീതിയിൽ നമ്മളൊരു കാര്യം ചെയ്യുക എന്നതാണ്. നമ്മൾ കാണത്തക്ക രീതിയിൽ ഒരു കാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ ഈ ലോകത്തിൽ ഈ സമയത്തൊക്കെ ഈ കാലഘട്ടത്തിലൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാം സോഷ്യൽ മീഡിയകളും എല്ലാ രീതിയിലുമായ ഈസി ആക്സസിബിലിറ്റി നമുക്കുണ്ട്. എളുപ്പത്തിൽ നമുക്കെല്ലാം കിട്ടും. ഈ എളുപ്പത്തിലെല്ലാം കിട്ടുന്നതുകൊണ്ട് എളുപ്പത്തിൽ മറ്റുള്ളവന്റെ മുൻപിലേക്ക് നമ്മൾ ചെയ്ത കാര്യങ്ങൾ എത്തിക്കാനുള്ള തത്രപ്പാടിലാണ് നമ്മൾ ഓരോരുത്തരും. ഒരു നല്ല മഴയോ വെള്ളപ്പൊക്കമോ ഉണ്ടായിക്കട്ടെ, ആ വെള്ളപ്പൊക്കം ഉണ്ടായിക്കിട്ട് ഏതെങ്കിലും ഒരു മക്കൾക്ക് ദുരിതമാണെങ്കിൽ ആ ദുരിതത്തിൽ സഹായിക്കാൻ നമ്മൾ പരിശ്രമിക്കും. പക്ഷേ പരിശ്രമിച്ചുകൊണ്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സഹായമല്ലാതെയും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ളതുമാകും. അതുകൊണ്ടാണ് പാനപാത്രത്തെയും തീന്മേശ ഭക്ഷണത്തിലെ പാത്രങ്ങളൊക്കെ പുറം നമ്മൾ വെടുപ്പാക്കും, ഉള്ളു നമ്മുടെ മുഴുവനും ചീത്തയാണ്. ഉള്ളിലെ കറകൾ അങ്ങനെ തന്നെയുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടത് മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയുള്ള നന്മയല്ല, നമ്മുടെ ഉള്ളിലെ മേന്മയും കൂടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഉള്ളിലെ മേന്മയും നമ്മുടെ ഉള്ളിലെ നന്മയും മനസ്സിലാക്കി വേണം പ്രവർത്തിക്കാൻ. അതുകൊണ്ടാണ് കർത്താവ് പറയുക, ഈ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നീ ത്യജിച്ചാൽ നിനക്ക് പ്രയോജനമില്ല, ഒരു കാര്യവുമില്ല. ഉള്ളു നിന്റെ ചീത്തയാണെങ്കിൽ നീ എത്ര നന്മ ചെയ്യാൻ പരിശ്രമിച്ചാലും അത് നിനക്ക് സാധിക്കുകയില്ല, അത് നിനക്ക് പ്രവൃത്തിയിൽ കൊണ്ടുവരുവാനും പറ്റുകയില്ല. കാരണം നിന്റെ ഉള്ള് നശിച്ചതാണ്. നീ നീതിയും ന്യായവും സത്യത്തിനും വേണ്ടി നിൽക്കേണ്ടവൻ ആ സത്യത്തിനു വേണ്ടി നിൽക്കാതെ ഇരിക്കുമ്പോൾ നീ എന്ത് പ്രവർത്തിച്ചാലും നിനക്ക് നന്മ ലഭിക്കുകയില്ല, അതിന് കാരണമാവുകയില്ല. അതാണ് തിരുവചനത്തോടെ നമ്മൾ കാണുകയും തമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട ഒരു അനുഗ്രഹം, വേണ്ട ഒരു ബോധ്യം എന്ന് പറയുന്നത്, ഏത് കാര്യം ചെയ്യുമ്പോഴും അതിലെ 100% മനസ്സുകൊണ്ട് 100% ഒരു കാര്യമാണെങ്കിൽ, ഏത് ചെറിയ കാര്യമാണെങ്കിൽ മനസ്സുകൊണ്ട് 100% ചെയ്യുവാനും ആ ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ മറ്റുള്ളവരെ അറിയിക്കാനല്ല, നമ്മൾ അതിൻ്റെ മേന്മയ്ക്ക് വേണ്ടി ചെയ്യുവാനും വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ഇന്നത്തെ ആഴ്ചയിലൊക്കെ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിലൊക്കെ ചെയ്യാൻ സാധിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, ഏത് കാര്യം ചെയ്താലും 100% വിശ്വസ്തത ഉള്ളിൽ നിന്ന്, മനസ്സിൽ നിന്നുണ്ടാകട്ടെ. അതോടൊപ്പം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം മൂന്നാമതൊരു കാതിലേക്ക് എത്താനല്ല, ചെയ്യുന്ന കാര്യം ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ തന്നെ അറിയുവാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രവർത്തിക്കാം. അതിനുവേണ്ടിയുള്ള കൃപയ്ക്ക് വേണ്ടി ഈശോയുടെ അനുഗ്രഹം നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാം.